ഹരി ഓം. 9ാമത്തെ സ്തുതി സനകാദികളുടെ സ്തുതി. ദിതിക്കുണ്ടായ ഗർഭം അവൾ 100 വർഷം വഹിച്ചു നടന്നു. അതിൻ്റെ ഉഗ്രവീര്യത്തിനാൽ ലോകങ്ങളെല്ലാം അന്ധകാരത്തിലായി. ഇരുട്ടുമൂലം ദിക്കുകൾ പോലും അറിയാതെ വിഷമിച്ചപ്പോൾ ഇന്ദ്രൻ ദിക്പാലകനോടൊത്ത് ബ്രഹ്മാവിനെ കണ്ട് സങ്കടം എങ്ങനെയെങ്കിലും മാറ്റിത്തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ബ്രഹ്മാവ് മധുര വാക്കുകൾ കൊണ്ട് ഇന്ദ്രാദികൾക്ക് സന്തോഷം വരുമാറ് പറഞ്ഞു: എൻ്റെ മാനസപുത്രന്മാരും നിങ്ങളുടെ പൂർവജരുമായ സനകാദി മഹർഷികൾ സനകൻ, സനന്ദനൻ, സനാതനൻ, സനൽകുമാരൻ ഇവർ ലോകം ചുറ്റി സഞ്ചരിച്ച് പല പല ലോകങ്ങളിലും പോയി. അത്യന്തരമ്യമായ വൈകുണ്ഠം കൂടി കാണാനുറച്ച് അവിടെ ചെന്നു. അവിടെയുള്ള വിശേഷങ്ങളെല്ലാം കണ്ട് 6 ഗോപുരവാതിലുകളും കടന്ന് 7ാമത്തെ വാതിലിൽ ചെന്നു. എവിടെയും സ്വതന്ത്രരായി സഞ്ചരിക്കുന്ന ആ യോഗികൾ 7ാം വാതിൽ കടക്കാൻ തുടങ്ങവേ തുല്യവയസ്കരും ചതുർബാഹുക്കളോടു കൂടിയവരും വനമാലകളും ആഭരണങ്ങളും അണിഞ്ഞവരുമായ കാവൽക്കാർ വാക്കുകൊണ്ടും ഗദ കൊണ്ടും അവരെ തടഞ്ഞു. ഇതിൽ സനകാദികൾ കോപിച്ചു. അവർ കാവൽക്കാരായ വിഷ്ണുപാർഷദരെ ശപിച്ചു. നാരായണീയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന്. എല്ലാം ഭഗവാന്റെ പ്രേരണ കൊണ്ട് നടക്കുന്നു. വളരെ ജന്മങ്ങൾ വിഷ്ണുപാദ സേവ ചെയ്ത് ലഭിച്ച നിങ്ങളുടെ ഈ പദവി നിങ്ങൾ ദുരുപയോഗം ചെയ്തു. വൈകുണ്ഠദേവന് നാണക്കേട് വരാതിരിക്കാൻ ഞങ്ങൾ ആശിക്കുന്നു. അതിനാൽ നിങ്ങൾ പാപലോകങ്ങളിൽ പോകുവിൻ. ഈ ശാപം കേട്ട് ഭീതിയും ദുഃഖവും വന്ന് അവർ ഋഷികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവർ പറഞ്ഞു: തെറ്റു ചെയ്തതിനുള്ള ശിക്ഷ ഞങ്ങൾ അനുഭവിച്ചു കൊള്ളാം. പക്ഷേ ഭഗവത് സ്മൃതി നശിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണം. ഈ സംഭവം അറിഞ്ഞ് ഭഗവാൻ മഹാവിഷ്ണു പരമഹംസന്മാരാൽ പോലും അന്വേഷിക്കപ്പെടുവാൻ യോഗ്യങ്ങളായ കാലടികൾ വെച്ച് അവിടെ എത്തി. ആരെയും അനുഗ്രഹിക്കാൻ പോരുന്ന മുഖവും തുളസീമാലകളാൽ അലങ്കരിച്ച മാറിടവും മഞ്ഞപ്പട്ടും തൃപ്പാദങ്ങളും മുനിമാർക്ക് കാണുമാറായി. നിർഗുണ ബ്രഹ്മത്തിലുറച്ചവരാണെങ്കിലും സനകാദികൾ വിഷ്ണു ഭഗവാനെ കണ്ട് രോമാഞ്ചം കൊണ്ട് അവർ ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിച്ചു. നമുക്ക് സ്തുതി വായിക്കാം, പിന്നെ സാരാംശം നോക്കാം. കുമാരാഊചുഹു യോന്തർഹിതോ ഹൃദിഗതോപി ദുരാത്മനാം ത്വം സോദ്യൈവനോ നയനമൂലമനന്തരാദ്ധ യർഹ്യേവ കർണവിവരേണ ഗുഹാം ഗതോ ന പിത്രാനുവർണിതരഃ ഭവദുദ്ഭവേന തം ത്വാം വിദാമ ഭഗവൻ പരമാത്മതത്വം സത്വേന സംപ്രതിരതിം രചയന്തമേഷ തത്തേനുതാപവിദിതേ ദൃഢഭക്തിയോഗേ ഉദ്ഗ്രന്ഥയോ ഹൃദി വിദുർമുനയോ വിരാഗാ നാത്യന്തികം വിഗണയന്ത്യപിതേ പ്രസാദം കിം തുന്യദർപ്പിതഭയം ബ്രുവ ഉന്നയൈസ്തേ യേംഗതുദംഘ്രിശരണാഭവതക്കഥായ കീർത്തന്യതീർത്ഥയശസഃ കുശലാരസജ്ഞാ കാമം ഭവഃ സുവൃജിനൈർനിരയേഷു നസ്താദ് ചേതോളിവദ്യതിനുതേ പദയോരമേത വാചശ്ച നസ്തുളസിവദ്യതി തേംഘ്രിശോഭാ പൂര്യേതതേ ഗുണഗണൈര്യതി കർണരന്ധ്ര പ്രാദുശ്ചകർത്ഥയതിദം പുരുഹൂതരൂപം തേനീശ നിർവൃതിമവാപുരലം ദൃശോ ന തസ്മായിദം ഭഗവതേ നമയിദ്വിദേമ യോനാത്മനാം ദുരുദയോ ഭഗവാൻ പ്രതീതഃ. സാരാംശം: യാതൊരു ഭഗവാൻ അന്തര്യാമിയായി സർവദാ ഹൃദയത്തിലുണ്ടെങ്കിലും ദുഷ്ടമനസ്സുകൾക്ക് കാണാനാകാതെ മറഞ്ഞിരിക്കുന്നു. ആ അങ്ങ്
ഞങ്ങളുടെ കണ്ണുകൾക്ക് വിഷയമായി ഭവിച്ചു. ഭഗവാനെ വിശുദ്ധ സത്വം കൊണ്ട് സ്വരൂപമെടുത്ത് ഭക്തന്മാർക്ക് അപാരമായ താൽപ്പര്യമുണ്ടാക്കുന്ന അങ്ങയെ പരമമായ ആത്മതത്വമായി തന്നെ ഞങ്ങൾ അറിയുന്നു. അങ്ങ് പ്രകാശിപ്പിച്ച ദിവ്യരൂപം ഞങ്ങൾക്ക് നിരതിശയമായ ആനന്ദം കണ്ണുകൾക്ക് നൽകി. ദിവ്യമായ ഈ രൂപം കാണാനാണ് ഞങ്ങൾ വന്നത്, വേറൊന്നിനുമല്ല. ആ കാര്യം സഫലമായി. സർവേശ്വരനായ അങ്ങയ്ക്ക് നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.